ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഗോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജീമ, ജോഹു, പിന്നെ ചേട്ടനും ചേച്ചിയും കുട്ടിയും കൂടിയിട്ടാണ് നമ്മൾ 6 പേര് ആണ് ഒരുമിച്ച് നമ്മുടെ ഗോവയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോണത്. അപ്പോൾ നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലായിരുന്നു നമ്മുടെ ട്രെയിൻ. അറൗണ്ട് ഒരു രാത്രി ഒരു 9:30 ആ ഒരു ടൈമിലായിരുന്നേ. കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അപ്പോൾ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കയറി, എല്ലാവരും സെറ്റായി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങി ടാക്സി. അങ്ങനെ നമ്മളിതാ ഗോവയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മഡ്ഗാവിലായിരുന്നു ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തു. അപ്പം അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ ഇതായതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഗോവയുടെ സൗത്ത് ഏരിയയിലാണ് കേട്ടോ. സൗത്ത് ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റേഷനാണ് ഈ കണാക്കൊണ എന്ന് പറയുന്നത്. എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി നല്ല അടിപൊളി ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. കാരണം ഇതത്ര വലിയ സ്റ്റേഷനൊന്നും അല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ അങ്ങനെ ഓട്ടോയും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നൊരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് പിന്നെയും നടത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഓട്ടോയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ അലച്ചിലിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടാ. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് എല്ലാവരും ടയേർഡായിട്ടുണ്ട്. ആൻഡ് നേരത്തെ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആ മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തിരുമ്പോൾ ഒരു ചേച്ചി വയലന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ കുറച്ചുകൂടി നമ്മൾ നടന്നൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ അവരോട് ഇവിടെ ഒക്കെ ചോദിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് നമ്മൾ ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോകാൻ വേണ്ടി പോകാട്ടോ. ഒരു 150 റുപ്പീസാണ് ചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. സോ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാവേ. $10 കിലോ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ത വഴി കൂടിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അന്ത വഴി വാ, ഫോളോ. ആര് ഈച്ചയാ? വാ നോക്കാം. അപ്പൊ നമ്മള് പാലോലി ബീച്ചിന്റെ അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. യെസ്, അപ്പൊ കുഴപ്പമില്ല അല്ലേ? ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി റൂമിലൊക്കെ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മളിതാ പാലോലിം ബീച്ചിലേക്ക് പോവാണ്. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റേന്ന് ഏതാണ്ട് ഒരു 30 മീറ്റർ അത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. ഇതേപോലെ വഴി കൂടിയിട്ടൊക്കെ നമ്മൾ പോകണം. ആൾക്കാരുടെ വീടിന്റെ ഇടയിൽ കൂടിയൊക്കെ പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പാലോലിം ബീച്ച്. ഓക്കെ, താങ്ക് യു. ഇവിടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. എന്തിന്റെയൊക്കെയോ ഉള്ളിൽ കൂടെ കയറിയൊക്കെ നമ്മൾ പോണത് കേട്ടോ. യെസ്, അങ്ങനെ നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ പാലോലിം ബീച്ച്. അപ്പൊ നമ്മളിതാ പാലോലിമ്പിൽ കൂടി ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മളിവിടെ ഒരു ബീച്ച് സൈഡില് ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തങ്ങ് ഇരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൗത്ത് സൈഡിലേക്ക് പോന്നേക്കണത് കേട്ടോ. ഇതിനു മുന്നേ നോർത്തിൽ വന്നിട്ടുണ്ട്. അതും തമ്മിൽ വലിയ വ്യത്യാസം തോന്നാണ്ടേമാ? സൗത്തും തമ്മിൽ വന്ന് കണ്ടിട്ട്
ഒരു സമാധാന അന്തരീക്ഷം ഫീലുണ്ട് ഇവിടെ. നല്ല വ്യൂ ആട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഉണ്ടോ ആണോ? നമ്മളിപ്പോ പതിയെ ബീച്ചിൽ നിന്ന് പോന്നു കേട്ടോ. അതെ ഇവിടത്തെ ഇവര് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ടോ. തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അവര് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോ അത്യാവശ്യം വീട്ടുകാർക്ക് വരെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കയറി തേങ്ങിടാൻ തോന്നുന്നു. നമ്മളപ്പോ ബീച്ചിൽ നിന്ന് നേരെ വന്നിട്ട് മെയിൻ റോഡിലേക്ക് കയറിട്ടോ. ചുമ്മാ ഈ ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം, എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. നമ്മളിപ്പോൾ കുട്ടി കുട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് വൈകുന്നേരം ബീച്ചിലിടാനുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു, പിന്നെ ഗ്ലാസ്സൊക്കെ മേടിച്ചു. അങ്ങനെ ടയേർഡായി ഓരോ കൈക്കൊക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുവാണേ. നമ്മളിപ്പോൾ തിരിച്ച് വന്നു. ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു സൺസെറ്റ് ടൈം ആയപ്പോഴാണ് നമ്മൾ എണീറ്റ് ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ലതായിട്ട് ഓണായിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ എല്ലാവരും നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു വൈകുന്നേരമായിട്ട് കൂടെ ഒരു സമാധാനം ഉണ്ട് നമ്മൾക്ക് ബീച്ചിൽ നിന്നിട്ട്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി നല്ല വലിയൊരു ബീച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് അവിടെ നിന്ന് തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ഓംലെറ്റും കോഫിയും പിന്നെ നമ്മുടെ വാട്ടർ മെലൺ കട്ട് ചെയ്തതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചു. ഈസപ്പ നമ്മുടെ ഗോവയിലെ ഡേ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ നിന്നൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പക്ഷെ നമ്മുടെ വിശപ്പ് അതുകൊണ്ട് കെട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പതിയെ നോർത്തിലേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം സൗത്തിൽ ഇനി കക്കോലിം എന്ന് പറയുന്ന ഒരു ബീച്ചിൽ കൂടെ പോകണം എന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പോകും എന്നുള്ളൊരു ആലോചനയിലാണ്. അതൊന്ന് സെറ്റായി കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ നോർത്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ പോയി കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ഒടുക്കത്തെ കത്തിയാണ്, അവിടെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം പോകാൻ വേണ്ടി പോണത്. സോ നമുക്ക് അങ്ങോട്ട് എത്തട്ടെ. ഇനി ജോഹു എങ്ങനെ ഉണ്ടടാ? ശരിക്കും എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും? പട്ടീന ഫസ്റ്റ്. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ. കുഞ്ഞു പട്ടി വലിയ പട്ടി ഒന്നും വേണ്ട, കുറേ ഉണ്ട്. അപ്പോൾ ജോഹു രാവിലെ അതിനെ കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മെയിൻ റോഡ് എത്തി തുടങ്ങി. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. യേസ്, അപ്പം നമ്മൾ പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഇല്ല, അതൊരു ചീത്തയായിരുന്നു. എൻ്റെ ഐറ്റം വന്നിരിക്കുകയാണ് കേട്ടോ. ആലു പറാത്ത വിത്ത് അച്ചാർ ആൻഡ് റൈത്ത. സൗത്തിൽ നിന്ന് പതിയെ ഇവിടുന്ന് വിടവാങ്ങിയത് പാലോലും ഏരിയയിൽ നമ്മൾ കൊണയിലേക്ക് പോവാട്ടോ. പ്രൊണൗൺസിയേഷൻ വന്നപ്പോൾ തൊട്ട് അതിന് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ചിലപ്പോൾ ഓട്ടോ കിട്ടി അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഓട്ടോയോ ബസ്സോ നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇന്ന് മാക്സിമം യൂസ് ചെയ്യുന്നത്. എന്തായാലും നോർത്തിൽ ചെന്നിട്ട് എന്തായാലും നമ്മൾ റെന്റിന് കാർ എന്തായാലും എടുക്കും. അപ്പൊ അതുവരെ അത്യാവശ്യം ലോക്കൽ ട്രാൻസ്പോർട്ടിൽ അങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വലിയ തരക്കേടില്ലാത്തൊരു സ്റ്റേ ആയിരുന്നു. ട്രോപ്പിക്കൽ ബേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ട് മാതിരി ആയിരുന്നു. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ. കമോൺ എവരിബഡി. ഡോണ്ടു ഓടിക്കോ, നിങ്ങളുടെ പുറകെ ഓടിക്കോ. ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ട് നോ പട്ടികളുടെ പൂരം ഉണ്ടോ ഇവിടെ. ജോഹു ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ പോണ.
യെസ്, അപ്പോൾ നമ്മൾ പോവാണ്. അപ്പൊ നമുക്ക് അയ്യോ നമ്മുടെ ബീച്ചിന്റെ പേരെന്തായിരുന്നു? കക്കോലം ബീച്ച്. കക്കോലം ബീച്ചിലേക്ക് പോവാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. എത്രമാത്രം വർക്കാവോന്ന് അറിയാൻ വയ്യ, നമുക്ക് നോക്കാവേ. അങ്ങനെ നമ്മൾ കക്കോലം ബീച്ചിലേക്ക് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞ് കുറേ നേരം നിന്ന് അവസാനം നമ്മുടെ നാട്ടിലെ യൂബർ മാതിരി ഇവിടെ ഗോവ മൈൽസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും. അവസാനം എങ്ങനെയൊക്കെയോ അതിൽ കണ്ടുപിടിച്ച് നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പം നമ്മളിപ്പോൾ സൗത്ത് ഗോവയിൽ നിന്ന് പതി ഇറങ്ങി പോവാണ്. നോർത്തിലേക്കല്ല, സൗത്ത് ഗോവയിൽ തന്നെയാണ് ഈ പറഞ്ഞ കക്കോലം ബീച്ച്. പക്ഷെ നല്ല രസമുള്ളൊരു റൂട്ടാണ് ഞാൻ കാണിച്ചു തരാവേ. കുറേ ഇങ്ങനെ മരങ്ങളും ചെറിയൊരു ഇറക്കമൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു സ്ഥലം. ഓൾമോസ്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ഇവിടെ കാഷ്യൂ മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡ് ഇഷ്ടം പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുക കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ പോലെ റബ്ബറൊക്കെ നിൽക്കണ മാതിരി ഇവിടെ ഇങ്ങനെ നമ്മുടെ കാഷ്യൂ മരങ്ങളാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ കാണാട്ടോ നമുക്ക്. തെങ്ങുണ്ട്, ഇടയ്ക്ക് ഇപ്പൊ വാഴനിപ്പോ ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ. കാഷ്യൂ മരങ്ങൾ, മാവ്, ഇവിടുത്തെ ആലൊക്കെ ഒരു രക്ഷയില്ലാത്ത ആലാട്ടോ. നല്ല ഭംഗിയുള്ള കിടിലൻ ആലുകളാണ്. തേക്കുണ്ട്, ജാതിയുണ്ട്. ജാതി പറയാൻ പാടില്ല, ശരിയാ, സോറി. നല്ല ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടാല് നമ്മുടെ ഒരു ഹൈ റേഞ്ച് മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങക്ക് ശരിക്കും അതേപോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതെ, കേബിള് സൈഡിൽ ഇടുന്നുണ്ട്. അതിന് വേണ്ടിട്ട് റോഡ് ഇതാ കുത്തിപ്പൊട്ടി. പിന്നെ ഇവിടുത്തെ ഈ മണ്ണ് ഇങ്ങനത്തെ ഇതാണ് കേട്ടോ, പൂഴിമണ്ണാണേ. ചെങ്കല്ലൊക്കെ ഗ്രാവല്. ചെങ്കല്ലൊക്കെ ഒരു രക്ഷയില്ലാത്ത ചെങ്കല്ലാണ്. കണ്ടിട്ട് ജീമൊക്കെ ഇവിടെ സൈക്കിളിലെ പെറുക്കിക്കൊണ്ട് പോകാനുള്ള ഒരു മൈൻഡിലാണ് ജീമ നിൽക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്ര നല്ല അടിപൊളി ചെങ്കല്ല, മൂത്ത ചെങ്കല്ലാണ് ഇവിടെ. നമ്മുടെ കക്കോലത്തേക്കുള്ള വഴി ഇത്തിരി സീനുണ്ട്. കാരണം ഒരുമാതിരി ഒരു ഓഫ് റോഡ് ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്കൊരു 50 രൂപ കൊടുത്താൽ പെർ ഹെഡ് 50 രൂപ കൊടുത്താൽ നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ പോവാം. അതും ഇതാണ്, ഇങ്ങനത്തെ ഒരു വഴിയാണ്. പക്ഷേ അല്ലാച്ചാൽ നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നടക്കേണ്ടി വരും. അപ്പോൾ ഈ പിള്ളേരുമായിട്ട് നമുക്ക് അതിനും പറ്റാത്ത കാരണം നമ്മൾ 50 രൂപ കൊടുത്തിട്ട് നമ്മൾ വേറെ ഈ പ്രൈവറ്റ് റോഡിൽ കൂടിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, അധികം ആരും എത്തിപ്പെടാത്ത കൈൻഡ് ഓഫ് ഒരു വഴിയാണ്. അപ്പോൾ നമുക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്താണ് എവിടെ ആകും എങ്ങനെയൊക്കെ ആകും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കക്കോലം ബീച്ചിലേക്ക് വന്നിരിക്കട്ടെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു സ്പോട്ട്. വന്നില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമായതിനെ തോന്നിക്കാവുന്ന തരത്തിലുള്ളൊരു സ്പോട്ടാണ്. ജോഗു എടാ ഇങ്ങനെടാ, കിട്ടില്ല സ്ഥലം അല്ലേ? നഷ്ടമായി പോയനെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അല്ലേ? നമ്മുടെയൊക്കെ ഈ ബീച്ച് എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റി കളഞ്ഞു അല്ലേ? വേറെ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വേണം കേട്ടോ നമുക്ക് ഈ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് എത്താനായിട്ട്. നമുക്ക് ഇറങ്ങാൻ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കാരണം ബീച്ച് കാണാനുള്ള ആവേശം അങ്ങനെ കൊടുമുടി കയറിയിരിക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഓടിയാണ് സ്റ്റെപ്പ് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വ്യാകുലതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ തിരിച്ച് കയറുന്നു, പക്ഷെ അതൊന്നും ആലോചിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ക്യാബുകാരൻ അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഇവിടെ നമ്മൾ ഇറക്കിയിട്ട് പോയാൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും എത്തിപ്പെടാനായിട്ട് നല്ലതായിട്ട് പാടുപെടേണ്ടി വരും. കാരണം പെട്ടെന്നൊന്നും ഒരു വണ്ടി വരാത്തൊരു ഏരിയയാണ്. അപ്പോൾ പുള്ളീനോട് പറഞ്ഞ് അങ്ങനെ വെയിറ്റിംഗ് ചാർജ് കൊടുത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്നാൽ പെട്ടെന്ന് പോയി ബീച്ച് കണ്ടിട്ട് വരാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ എത്തിയതാണ്. പക്ഷെ ബീച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാൻ തോന്നിയിട്ട് കേട്ടോ. അതേപോലെ അത്ര ഭംഗിയുള്ളൊരു എന്താ പറയുക, ഏതോ ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു ബീച്ച് മാതിരിയൊക്കെ തോന്നിക്കും. അത്ര അടിപൊളി ബീച്ച്, ആൾക്കാർ കുറവാണ്. ഉള്ളതാണെങ്കിൽ കുറച്ച് ഫോറിനേഴ്സൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും.
ശരിക്കും ഇവിടെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. കിളി പറന്ന് അങ്ങനെ നിൽക്കുവാണ്. അത്ര അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയാ, ഇതുവരെ നമ്മൾ കണ്ട ബീച്ചിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇവിടുത്തെ വെള്ളത്തിന്. അതും നിറയെ ഇതേപോലെ പാറകളും ഒരു ഭയങ്കര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീച്ച്. പിള്ളേരൊക്കെ ഇവിടെ വന്ന് അങ്ങനെയാണ് വെള്ളത്തിൽ ചാടി ഇവിടെ വെള്ളത്തിൽ കളിയാണ്. എന്ത് രസമെന്ന് പറയുക, ശരിക്കും ഏതോ ഒരു എബ്രോഡുള്ള ഏതോ ഒരു കൺട്രിയിലാണ് നമുക്ക് വന്ന പോലെ ഒരു ബീച്ച് വല്ല പോലത്തെ ഒരു ഫീലിംഗ്. അത്ര രസമുള്ളൊരു ബീച്ച് കേട്ടോ. ഇങ്ങോട്ടുള്ള വഴികളാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, അടിപൊളി ഒരു ബീച്ച്. ശരിക്കും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനേ തോന്നുന്നു. അതുപോലെ ഇവിടുത്തെ മണലാണെങ്കിലും കിടിലോസ്കി. ശരിക്കും ആരും അങ്ങനെ പെട്ടെന്ന് ഇവിടെ ടൂറിസ്റ്റും കുറവാണ്. ഇവിടെ പെട്ടെന്ന് ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരു ബീച്ച് തന്നെ ആണ് കേട്ടോ ഇത്. അടിപൊളി. പൂവിൻ്റെയൊക്കെ അവസ്ഥ താ നോക്കൂ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നോർത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാക്കി വിശേഷങ്ങൾ, ഗോവൻ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഗോവൻ വീഡിയോ ഒക്കെ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ.